നല്ല റോഡിലോട്ടൊരു കയറ്റമാണ് കേട്ടോ. ആ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനിനെ കടുവ പിടിച്ചിട്ടേക്കുന്നതാണ്. ശരിക്കും നല്ല ഭംഗിയുള്ളൊരു കൊമ്പനെ. ഈ ഒടുവിൽ നമ്മുടെ വണ്ടിയുടെ നേരെ ഫ്രണ്ടിൽ ആളെ കിട്ടി കേട്ടോ. ഈ ദൂരതയിലോട്ടും നോക്കിയിട്ട് വളരെ വിഷണ്ണനായിട്ട് കാണപ്പെട്ട ഒരു ഹനുമാൻ കുരങ്ങ്. കാട്ടിൽ മഴ പെയ്യുമ്പോൾ ഞാൻ പലവട്ടം മുന്നേ പറഞ്ഞിട്ടുണ്ട്. എന്നാ രസമെന്ന് നോക്കി. അങ്ങനെ റോഡിൻ്റെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചാലുകളിൽ നിന്നൊക്കെ കടുവയുടെ സൈഡ് പിടിച്ച് കിട്ടാറുണ്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡോട്ട് ഗെയിം. ഇത്തവണ നമ്മൾ നാഗർഹോളൻ നാഷണൽ പാർക്കിലാണ് കേട്ടോ. കബനിയിൽ ഒരു സഫാരി, അതും നല്ല അടിപൊളി മഴയത്ത് കബനി സഫാരിയാണ് കേട്ടോ ഇത്തവണത്തെ വീഡിയോയിൽ. ഇത്തവണ നമ്മൾ കാട്ടിലോട്ട് കയറിയ പാടെ തന്നെ നല്ല അടിപൊളി കാഴ്ചയായിരുന്നു കേട്ടോ. മഴ ഇങ്ങനെ പെയ്യാൻ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ഒരു കൂട്ടം കാട്ടുപോത്തുകൾ, അതും നല്ല യമണ്ടൻ ഒരു കാട്ടുപോത്ത്, നല്ല സൈസുള്ള ഒരെണ്ണം ഫീമെയിലിൻ്റെ കൂടെ ഇങ്ങനെ നടക്കുന്നത്. അങ്ങനെ നമ്മുടെ കാട്ടുപോത്ത് അഥവാ ഇന്ത്യൻ വൈൽഡ് ഗൗർ റോഡ് മെല്ലെ ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ടം കയറിപ്പോയേ. ഇതേ കാട്ടുപോത്ത് കയറിപ്പോയത് നോക്കിയിരിക്കുന്ന സുന്ദരനെ കണ്ടോ. ക്രസ്റ്റഡ് ഹോക്ക് ഈഗിൾ അഥവാ ചേഞ്ചബിൾ ഹോക്ക് ഈഗിൾ എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. മലയാളത്തിൽ കിന്നരിപ്പരുന്ത് എന്നാണ് ഇതിനെ പറയുന്നത്. ഏതായാലും അതിൻ്റെ കണ്ണിൻ്റെ ആ ഒരു ഷാർപ്നെസ് കണ്ടോ, നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിനെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ക്ലോസ് ഒക്കെ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ, ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ മഴ മെല്ലെ ചാറി തുടങ്ങിയിട്ടുണ്ടേ. ഇത് നോക്കി നിൽക്കുന്ന സമയം കൊണ്ട് മഴ നല്ലപോലെ അങ്ങ് കനത്ത് കേട്ടോ. കാട്ടിൽ മഴ പെയ്യുമ്പോൾ ഞാൻ പലവട്ടം മുന്നേ പറഞ്ഞിട്ടുണ്ട്. എന്നാ രസമെന്ന് നോക്കി. സൈറ്റിങ്സ് ചിലപ്പോൾ ഒരു ഇത്തിരി കുറയുമായിരിക്കും നല്ല കനത്ത മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ. പക്ഷെ കാടിൻ്റെ അകത്തെ ആ ഒരു ആംബിയൻസ് അത് വേറെ ഒന്ന് തന്നെയാണ് കേട്ടോ. ഈ മഴക്കാലത്ത് അല്ലെങ്കിൽ മഴ പെയ്യുന്ന സമയത്ത് ഒന്നാമത് മൊത്തത്തിൽ നല്ല പച്ചപ്പായിരിക്കും. അതിൻ്റെ കൂടെ നല്ല ആർത്തലച്ച് പെയ്യുന്ന മഴയും കൂടെ ആകുമ്പോഴത്തേക്കും വാവ്. ഇതുണ്ടോ, മഴയൊന്നും വകവെക്കാതിരുന്ന് മരം കൊത്തുന്ന ആളെ കണ്ടോ. സ്ട്രീക്ക് ത്രോട്ടഡ് വുഡ് ബക്കർ എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. മലയാളത്തിൽ മഞ്ഞക്കാഞ്ചി മരം കൊത്തി എന്നറിയപ്പെടും. അതിൻ്റെ ഫീമെയിലാണിത്. മെയിലാണെങ്കിൽ തലയിൽ കറുപ്പിന് പകരം ചുവപ്പ് നിറവായിരിക്കുവേ. അപ്പോൾ ട്രിപ്പ് വിത്ത് പിക്കോളിൻസ് ആൻഡ് ഡോട്ട് ഗ്രീൻ്റെ ഭാഗമായിട്ട് മഴക്കാലത്ത് നാഗർഹോളയിലോട്ട് നമ്മൾ നടത്തിയ ഒരു ട്രിപ്പിൻ്റെ ഭാഗമാണിത്. നമ്മളുടെ കൂടെ ഇന്ന് കുറേ പേരുണ്ട്, അവരെയൊക്കെ നമുക്ക് വഴിയെ പരിചയപ്പെടാം. അപ്പോൾ ഈ ട്രിപ്പ് വിത്ത് പിക്കോളിൻസ് ആൻഡ് ഡോട്ട് ഗ്രീനെ പറ്റി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്രീൻ വൈബ്സ് എന്നുള്ള പേരിൽ പുതിയൊരു ട്രാവൽ കമ്പനിയായിട്ടാണ് കേട്ടോ ഇപ്പോൾ അറിയപ്പെടുന്നത്. മേളിലോട്ട് തന്നെ നോക്കാം. കുറച്ചുകൂടെ മേളിൽ നിന്ന് കിട്ടും. നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോഴത്തേക്കും റോഡ് സൈഡിൽ ഇത് വീണ്ടും ഒരു കൂട്ടം കാട്ടുപോത്തുകളെ. മഴ ചെറുതായിട്ടൊന്ന് ഒതുങ്ങിയെങ്കിലും സ്റ്റിൽ പെയ്യുന്നുണ്ട്. മഴയൊന്നും വകവെക്കാതെ നിന്ന് പുല്ല് മേയുകയാണ് കേട്ടോ കാട്ടുപോത്തിൻ്റെ കൂട്ടം. നമ്മൾ നാഗർഹോളയിൽ വന്നത് കാട്ടുപോത്തിനെ കാണാനല്ല, കടുവകളെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മെയിനായിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് സമയം ഇവിടെ കളയുന്നില്ല. നമ്മൾ കടുവകളെ തേടിയുള്ള യാത്ര തുടരുവാണ്. ഒരു വലിയ കൂട്ടം ക്രോസ് ചെയ്യുന്നു. മഴയൊക്കെ ഒന്ന് തോർന്ന സമയം നോക്കിയിട്ട് പീലിയൊക്കെ ചീകി ഒതുക്കുന്ന മയിലിനെ കണ്ടോ. മയിലിനെ ഒരുപാട് കാണാൻ കിട്ടാറുണ്ടെങ്കിലും ചില സമയത്ത് നല്ല കളറൊക്കെ ഉള്ള അല്ലെ പീലിയൊക്കെ ഉള്ളതിനെ കണ്ടാൽ നല്ല രസമാണ്. നോക്കിയേ, ഒരു ആന നിൽക്കുന്നത് അങ്ങ് കുറ്റിക്കാട്ടിലാണ്, കുറച്ച് ദൂരത്തിലുമാണ്. എന്നാലും അതിനെ ക്ലോസപ്പൊക്കെ ഒന്ന് കാണുമ്പോഴത്തേക്കേ എൻ്റെ കണ്ണൊക്കെ നോക്കി. ഓ, ഒറ്റനോട്ടത്തിൽ കണ്ട ആന നല്ല ശരിക്കും പേടിച്ച് വിറച്ച് നിൽക്കുന്ന പോലെ ഉണ്ട് കേട്ടോ. അതിൻ്റെ കണ്ണ്, അതിൻ്റെ മുഖഭാവമൊക്കെ കാണുമ്പോഴത്തേക്കും. ഇത് പിടിയാനിയാണോ അതോ മോഴയാണോ എന്ന് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. ഏതായാലും ഒറ്റയ്ക്കേ ഉള്ള ആൾ. നമ്മുടെ പ്രൈമറി ടാർഗറ്റ് ആന അല്ലാത്തത് കൊണ്ടും അതുപോലെ തന്നെ ആന നിൽക്കുന്നത് കുറ്റിക്കാട്ടിനകത്തായതുകൊണ്ടും നമ്മൾ നേരെ വിട്ടു പോവുകയാണേ. കുറേ കഴിച്ചിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനിനെ കടുവ പിടിച്ചിട്ടേക്കുന്നതാണേ. നമ്മൾ പോകുന്ന വഴി തന്നെയാണ്.
1-2 ദിവസം ആയിട്ടുണ്ട്, കുറച്ച് കഴിച്ചു തൊട്ടുമുണ്ട് കേട്ടോ. അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് ഒരു മയിൽ പീലി നിർത്തി ആടുന്നത് കണ്ടോ. മാൻ മരിച്ചതിന് ആദരാഞ്ജലി അർപ്പിക്കുന്നതാണെന്ന് അറിയത്തില്ല കേട്ടോ. ഏതായാലും ഞങ്ങൾ അങ്ങോട്ടേക്ക് മാറി കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. കാരണം കടുവ പിടിച്ചിട്ടേക്കുന്നതാണെങ്കിൽ ദൂരെ എങ്ങും പോകാൻ സാധ്യതയില്ല, എൻ്റെ ചുറ്റുവട്ടത്ത് തന്നെ കാണും കേട്ടോ. പുറകിൽ നിന്ന് കുറച്ച് കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ വീണ്ടും കഴിക്കാൻ വരാനുള്ള സാധ്യതയുണ്ട്. വഴിച്ചടി തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇത് കൊന്നിട്ട് ശേഷം ഇതിലെ വേറെ വണ്ടികളൊന്നും അങ്ങനെ വന്നിട്ടുണ്ടാവാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ അടുത്തുനിന്ന് പഗ് മാർക്ക് കിട്ടി. അങ്ങനെയാണ് കടുവയാണെന്ന് മനസ്സിലായത്. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് പുള്ളിപ്പുലി ആവാമെന്നാണ്, മാന്യമായതുകൊണ്ട്. പക്ഷേ കടുവയുടെ പഗ് മാർക്ക് കണ്ട സ്ഥിതിക്ക് കടുവ തന്നെയാണെന്ന് ഉറപ്പിക്കാം. നമ്മൾ കടുവയെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് അപ്പുറത്ത് അടുത്തുള്ള മരത്തെ കണ്ടതാണ് കേട്ടോ ഈ മയിലിനെ. എന്നെ ഭംഗിയൊന്നും നോക്കി, ശരിക്കും നല്ല പീലിയുണ്ട്. വിരിച്ചിട്ടൊന്നും ഇല്ലെങ്കിലും പീലി കാണാൻ വേണ്ടിയിട്ട് നല്ല തിക്കായിട്ടുള്ള പീലി ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഭംഗിയാട്ടോ ഇതിനെ കാണാൻ. സ്പോട്ടഡ് ഡിയറിൻ്റെ ഒരു മെയിലിനെ ആട്ടോ പിടിച്ചേക്കുന്നത്. വളരെ കുറച്ച് മാത്രമേ കടുവ കഴിച്ചിട്ടുള്ളൂ, ബാക്കി എനിക്ക് തോന്നുന്നത് അഴുകാനിട്ടേക്കാന്ന് തോന്നുന്നു. അതല്ലെങ്കിൽ ഒരു അഡൾട്ട് കടുവയെ സംബന്ധിച്ച് ഒരു സ്പോട്ടഡ് ഡിയർ എന്ന് പറയുന്നത് 2-3 ദിവസം കഴിച്ച് തീർക്കാനുള്ളതൊക്കെ ഉള്ളൂ കേട്ടോ. കടുവയ്ക്ക് ശരിക്കും പറഞ്ഞാൽ അഴുകിയ മാംസമാണ് കഴിക്കാൻ എളുപ്പം എന്നുള്ളതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഇട്ടിട്ട് പോയേക്കുന്നത്. കുറച്ചങ്ങോട്ടേക്ക് മാറി കുറച്ചധികം നേരം അവിടെ വെയിറ്റ് ചെയ്ത് നോക്കിയിരുന്നെങ്കിലും പ്രത്യേകിച്ച് മൂവ്മെൻ്റ് ഒന്നും കാണാത്തതുകൊണ്ട് നമ്മൾ നമ്മുടെ യാത്ര തുടർന്നു കേട്ടോ. ഈ വെള്ളത്തിൽ കൂടെ വളരെ സ്മൂത്തായിട്ട് ഒഴുകി നടക്കുന്ന ആളെ കണ്ടോ. സ്പോട്ട് ബിൽ ഡക്ക്, അല്ലെങ്കിൽ മലയാളത്തിൽ പുള്ളിച്ചുണ്ടൻ താറാവ് എന്ന് പറയുവേ. നല്ല രസമില്ല അതിനെ കാണാൻ വേണ്ടിയിട്ട്. കൂട്ടത്തിലൊരാളെ കടുവ കൊന്നിട്ടേക്കുന്നത് അറിയാതെ ഇപ്പുറത്ത് കിടന്ന് കൊമ്പ് കോർക്കുന്ന പുള്ളിമാനുകളെ കണ്ടോ. ഏതായാലും പുള്ളിമാനുകളെ ഇങ്ങനെ പച്ചപ്പിൽ കാണാൻ വേണ്ടിയിട്ട് നല്ല രസം തന്നെയാണ്. ഇതേ പോകുന്ന വഴിയിൽ 2 ആനകൾ നിൽക്കുന്നുണ്ടോ. വന്ന് ഇപ്പോൾ ആനകളെയൊക്കെ കണ്ടാൽ നിർത്താതെയായി കേട്ടോ. കാരണം ഇഷ്ടംപോലെ സൈറ്റിങ്സ് ഉണ്ടെന്നുള്ളതുകൊണ്ട് തന്നെയാണ്. മഴക്കാലം ആയതുകൊണ്ട് നാഗർഹോളയിലും അല്ലെങ്കിൽ ബന്ദിപ്പൂരും ഒക്കെ ഇഷ്ടംപോലെ എലിഫൻറ്റ് സൈറ്റിങ്സ് ഉണ്ട്. ഇത് കണ്ടോ, ഓറഞ്ച് ഹെഡഡ് ത്രഷ്, അതല്ലെങ്കിൽ വൈറ്റ് ത്രോട്ടഡ് ഗ്രൗണ്ട് ത്രഷ് എന്നറിയപ്പെടുന്ന കുറിക്കണ്ണൻ കാട്ടുപുള്ളെന്നാണ് കേട്ടോ മലയാളത്തിൽ അറിയപ്പെടുന്നത്. അതുപോലെ ചെന്തലയൻ കാട്ടുപുള്ളെന്നും അറിയപ്പെടുന്ന ഒരു പക്ഷിയാണ്. ഇതേ മഴ മാറി മാനം തെളിഞ്ഞെന്ന് പറഞ്ഞ പോലെ സൂര്യൻ പുറത്തേക്ക് മെല്ലെ വന്നു തുടങ്ങിയിട്ടുണ്ടേ, നല്ല കളർഫുള്ളായിട്ട്. ഏതായാലും മഴ പെയ്ത് നിൽക്കുന്ന കാട്ടിലോട്ട് സൂര്യനും കൂടെ വന്നപ്പോഴത്തേക്കും കാടിൻ്റെ ഭംഗി ഒന്നുകൂടെ കൂടിയിട്ടുണ്ടേ. ഈ ഭാഗത്തായിട്ട് ടൈഗർ മൂവ്മെൻ്റ് ഉണ്ടെന്ന് കേട്ടിട്ട് വന്നു കേട്ടോ വണ്ടികളെല്ലാം കൂടെ. നമ്മുടെ വണ്ടിയാണെങ്കിലും സൂര്യൻ നിന്ന് പാഞ്ഞ് ഇവിടെ എത്തിയതാണ്. ഇവിടെ എത്തിയപ്പോഴത്തേക്കും പ്രത്യേകിച്ച് മൂവ്മെൻറ്റോ അല്ല അനക്കോ ഒന്നുമില്ല. ഏതായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് എല്ലാവരും വീണ്ടും അവരവരുടെ വഴിക്ക് തിരിഞ്ഞു. അപ്പോൾ നമ്മുടെ ട്രിപ്പ് വിത്ത് പിക്കോളിൻസ് ആൻഡ് ഡോട്ട് ഗ്രീൻ, അല്ലെങ്കിൽ ഗ്രീൻ വൈബ്സിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ട്രിപ്പാണിതെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾക്കും ഞങ്ങളുടെ കൂടെ ഇതുപോലെ ട്രിപ്പിനൊക്കെ വരണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടുതൽ ജോയിൻ ചെയ്യാൻ അവസരമുണ്ട്. മാസത്തിൽ ഒരു ട്രിപ്പെങ്കിലും വെച്ച് ഞങ്ങൾ നടത്താറുണ്ട് കേട്ടോ. സൗത്ത് ഇന്ത്യയിൽ മാത്രമല്ല, നോർത്ത് ഇന്ത്യയിലും അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുമൊക്കെ ഒരുപാട് ട്രിപ്പുകളുണ്ട്. ഇപ്പോൾ ഇന്ത്യക്ക് പുറത്തെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉടനെ തന്നെ മസായിമാര ട്രിപ്പ് വരുന്നുണ്ട് ജനുവരിയിൽ. അതുപോലെ തന്നെ അംബോസിലിയിലേക്ക് കോളിയും പോകുന്നുണ്ട്. അതുപോലെ ടാൻസാനിയൻ ട്രിപ്പൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ട്രിപ്പുകൾ വരാനുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ ഒന്ന് ഫോളോ ചെയ്തിരുന്നാൽ മതി. അതായത് ട്രിപ്പുകൾ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതല്ല, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ കമൻറ്റിലിട്ട് ചോദിച്ചിരുന്നാലും ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയാൻ പറ്റുമേ. അങ്ങനെ നമ്മുടെ സഫാരി തുടരുകയാണ്. നമ്മളൊരു ലേക്കിൻ്റെ അടുത്തോട്ട് എത്തി കേട്ടോ. അതുകൊണ്ടില്ലേ ഒരു നീർക്കാക്ക അല്ലെങ്കിൽ കോർമറാൻഡ് ഇരുന്ന് വെയിൽ കൊള്ളുന്നത്. ഇത് താഴെ വെള്ളത്തിൻ്റെ സൈഡിലായിട്ട് 2-3 താറാവുകൾ ഇരിക്കുന്നുണ്ടോ. ഒരെണ്ണം റെഡിഷൽ ഡക്കാന്ന് തോന്നുന്നു, മറ്റേത് നമ്മൾ മുന്നേ കണ്ട പുള്ളിച്ചുണ്ടൻ താറാവും. ഇതേ കായൽക്കരയിൽ വിദൂരതയിലോട്ടും നോക്കിയിട്ട് വളരെ വിഷണ്ണനായിട്ട് കാണപ്പെട്ട ഒരു ഹനുമാൻ കുരങ്ങ് അഥവാ ഗ്രേലങ്കൂറിനെ കണ്ടോ. എന്താ അല്ലേ ഇപ്പോൾ ഇത്ര ആലോചിക്കാൻ? എന്തിനാണ് ഇപ്പോൾ പുള്ളിക്ക് ഇത്ര സങ്കടമൊക്കെ? മുഖത്ത് നോക്കിയ വല്ലാത്തൊരു സങ്കടഭാവമാണ്. അവസാനം ഏതായാലും ഒറ്റയ്ക്ക് ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ നാഗർഹോളെ നാഷണൽ പാർക്കിനെ പറ്റി പറയുകയാണെങ്കിൽ, നാഗർഹോളെ നാഷണൽ പാർക്കിൽ 2-3 സഫാരി ഗേറ്റുകളുണ്ട്. നമ്മുടെ നാനാച്ചി ഗേറ്റ്, അത് അല്ലെങ്കിൽ നമ്മുടെ കുട്ട സൈഡിലുള്ള ഒരു ഗേറ്റാണ് ഈ നാനാച്ചി ഗേറ്റ്. അതുപോലെ തന്നെ കക്കനക്കോട്ടെ ഗേറ്റ് എന്ന് പറയുന്ന ഗേറ്റാണ് പൊതുവെ കബിനി സഫാരി അല്ലെങ്കിൽ കബിനി ഗേറ്റ് എന്നറിയപ്പെടുന്നത് കേട്ടോ. അതാണ് സഫാരിക്ക് ഫേമസ് ആയിട്ടുള്ള ഗേറ്റും. പൊതുവെ നാഗർഹോളയിലെ കബിനി ഗേറ്റ് എന്ന് പറയുന്നത് ഈ കക്കനക്കോട്ടെ ഗേറ്റാണ്. ഇതുകൊണ്ട് ഒരു സംബാർ ഡിയർ മ്ലാവ്, അപ്പോൾ അതിൻ്റെ കഴുത്തിൽ ചെറിയൊരു മുറിവ് പോലെ കാണുന്നുണ്ട്. മിക്കവാറും നമ്മൾ കാണുന്ന മ്ലാവുകളെയൊക്കെ ഇങ്ങനെ കാണപ്പെടാറുണ്ട്. അതിനെ പറയുന്നത് സോർ സ്പോട്ട് എന്നാണ്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് വിശദീകരണങ്ങളൊന്നും തന്നെ എന്നാ പറയണ്ടേ ആധികാരികമായിട്ടില്ല എങ്കിലും പൊതുവേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വിശദീകരണം അത് മേറ്റിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ആനയ്ക്കൊക്കെ മതമൊക്കെ പെട്ടുന്ന പോലെ വരുന്നതാണെന്നാണ് പറയുന്നത്. ഒരു ഫെറമോൺ പ്രോസസ്സ് കൊണ്ട് സംഭവിക്കുന്നതാണെന്നാണ് കേട്ടോ. നമ്മളിപ്പം കബിനി റിവറിൻ്റെ അടുത്തേക്ക് എത്തി കേട്ടോ. സഫാരിയിൽ ചില സമയങ്ങളിൽ ഈ കബിനി റിവറിൻ്റെ അവിടെ പോകാറുണ്ട്.
അപ്പം വേനൽക്കാലത്തൊക്കെ ഒരുപാട് സൈറ്റിങ്സ് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ കബനി റിവറിനോട് ചേർന്നുള്ള ഏരിയ. മഴക്കാലത്താണെങ്കിലും ഇതിന് ചുറ്റുവട്ടത്തായിട്ട് ഒരുപാട് ആനിമൽസും അല്ലെങ്കിൽ ബേഡ്സും ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, റെഡ് നേപ്പ് ഡൈബിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബേഡാണ് കേട്ടോ. ചെന്തലിയൻ അരിവാൾ കൊക്കൻ എന്ന് മലയാളത്തിൽ പറയും. നോക്കിയാൽ തലയിലുള്ള ആ ചുമന്ന നിറമാണ് ആ പേരിന് കാരണം കേട്ടോ. അത്യാവശ്യം നല്ല രസമുള്ളൊരു പക്ഷിയാണ്, നമുക്ക് സ്ഥിരമായിട്ട് കാണാൻ കിട്ടാറുള്ളതാണ് കേട്ടോ. നദിക്കരയിലെ പച്ചപ്പിനകത്തൂടെ മേഞ്ഞ് നടക്കുന്ന പുള്ളിമാനുകളെ കണ്ടോ. പുള്ളിമാനുകളെ എപ്പോഴും പച്ചപ്പിൻ്റെ ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഈ നദിക്കര അല്ലെങ്കിൽ കബനി നദിക്കര ശരിക്കും പറഞ്ഞാൽ ഒരു ഹാപ്പനിങ് പ്ലേസ് ആണ്. ഇഷ്ടംപോലെ ബേഡ്സും ആനിമൽസും ഒക്കെ ഒരുപാട് കാണാറുണ്ട് കേട്ടോ. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ മിക്കവാറും ഇവിടെ വേനൽക്കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ആനകൾ വെള്ളം കുടിക്കാൻ വേണ്ടി ഉണ്ടാവും. വലിയ ആനക്കൂട്ടത്തെയൊക്കെ കാണുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ കടുവ ചില സമയങ്ങളിൽ വെള്ളം കുടിക്കാനൊക്കെ വരുമ്പോൾ ഇവിടുന്ന് ഇഷ്ടംപോലെ സ്പോട്ട് ചെയ്തതായിട്ടുള്ള വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ സഫാരി ഗേറ്റിൻ്റെ പേരും ഈ നദിയുടെ പേര് തന്നെയാണ് കബനി ഗേറ്റ് എന്നുള്ളത്. നാഗർഹോളയിലെ ഒരു മെയിൻ ഗേറ്റാണെന്ന് ഞാൻ മുന്നേ പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ വന്നാലും സഫാരി എടുക്കുന്ന അല്ലെങ്കിൽ സാധാരണ ആൾക്കാർ വന്ന് സഫാരി എടുക്കുന്ന ഒരു സ്ഥലം ഈ കബനി ഗേറ്റ് തന്നെയാണ്. അപ്പോൾ കക്കനക്കോട്ടയും കബനി രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. എവിടെ നോക്കിയാലും ഇഷ്ടം പോലെ മരംകൊത്തികളെ കാണാനുണ്ടേ. ഇതുണ്ടോ ചെങ്കീരി, സ്ട്രൈപ്പ് നെക്ഡ് മംഗൂസ് എന്നാണ് കേട്ടോ പറയുന്നത്. ഇഷ്ടംപോലെ കാണാറുണ്ട്. ഏഷ്യയിലെ ഏറ്റവും വലിപ്പമുള്ള കീരിവർഗത്തിൽപ്പെട്ട ഒരു ഇതാണ് കേട്ടോ നമ്മുടെ ചെങ്കീരി. ഇത് കണ്ടോ എന്നാ സംഭവം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതോ ഒരു വണ്ടി ടൈഗറിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ അലാം കോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ ടൈഗറിനെ സ്പോട്ട് ചെയ്യുന്നത് ഞാൻ മുന്നേ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ അലാം കോൾസ് ഒക്കെ വെച്ചിട്ടാണ് സഫാരിയുടെ ഇടയിൽ മിക്കവാറും. പിന്നെ അതുപോലെ റോഡിലെ പക്മാർക്കൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ. കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടും കാര്യമായ പുരോഗതിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടരുവാണേ. ഇതേ ഒരു പുള്ളിമാൻ കിടന്ന് വിശ്രമിക്കുന്നതുണ്ടോ. അത്യാവശ്യം തീറ്റയൊക്കെ തിന്നും അടുത്തന്നാൽ ഇത്തിരി റെസ്റ്റ് എടുത്തേക്കാന്നുള്ളൊരു ലൈനാണെന്ന് തോന്നുന്നു. നമ്മുടെ നാഗർഹോളെ സഫാരി ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 2-3 ഓപ്ഷൻസ് ഉണ്ട്. അവരുടെ വെബ്സൈറ്റ് വഴിയാണ് ബുക്കിംഗ്. നാഗർഹോളെ tigerserve.com വെബ്സൈറ്റ് വഴിയാണ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടുത്തെ സഫാരി ഭയങ്കര ഫേമസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ടിക്കറ്റൊക്കെ അഡ്വാൻസ് ബുക്ക് ചെയ്തിട്ട് വരുന്നതായിരിക്കും സേഫ്. കൗണ്ടർ വഴി ബുക്ക് ചെയ്യാനും ഓപ്ഷനുണ്ട്, പക്ഷേ അവൈലബിലിറ്റി അനുസരിച്ചിരിക്കുമെന്ന് മാത്രം. അപ്പോൾ നമുക്ക് ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴത്തേക്കും ജീപ്പ് സഫാരി ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. ജീപ്പ് സഫാരി മുൻകൂട്ടി ബുക്ക് ചെയ്യണം. കാരണം ജീപ്പിൻ്റെ എണ്ണം വളരെ കുറവായതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് നേരത്തേക്ക് ബുക്ക് ചെയ്താലാണ് ഓൺലൈൻ വഴി ജീപ്പ് ടിക്കറ്റ് കിട്ടാനുള്ള സാധ്യതയുള്ളൂ കേട്ടോ. അപ്പോൾ അത് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ടൈമിംഗ്, പൊതുവേ ഇതിൻ്റെ സഫാരിയുടെ ടൈമിംഗ് ഒക്കെ നേരത്തെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട്. ഇപ്പം മോർണിംഗ് 2 മണിക്കൂറുള്ള 2 സ്ലോട്ടായിട്ടാണ് സഫാരി ഉള്ളത്. 6:15 മുതൽ 8:15 വരെയും പിന്നെ അത് കഴിഞ്ഞ് 8 മുതൽ 10 വരെയുമുള്ള 2 സ്ലോട്ടുകളാണ്. ഇതിപ്പം ജീപ്പ് സഫാരി ആണെങ്കിലും ബസ് സഫാരി ആണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ബസ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പെർ ഹെഡ് ഏകദേശം 600 രൂപയാണ് ചാർജ് വരുന്നത്. പ്ലസ് ടാക്സും ഒക്കെ ആയിട്ട് 600 സംതിങ് വരും. അതുപോലെ ജീപ്പ് സഫാരി ആണെങ്കിൽ അത് പെർ ഹെഡ് 1000 രൂപയാണ് കേട്ടോ ചാർജ് വരുന്നത്. പക്ഷേ ജീപ്പ് സഫാരി ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ അവൈലബിലിറ്റി വളരെ കുറവായിരിക്കും എന്നുള്ളതുകൊണ്ട് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന് മാത്രം. ഇത് കൂടാതെ ഇവിടുത്തെ സഫാരി എടുക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു ഓപ്ഷനും കൂടിയുണ്ട്. JLRൻ്റെ ഒരു ബുക്കിംഗ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സഫാരി 2 സഫാരിയും സ്റ്റേയും ഫുഡും എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പാക്കേജ് ഉണ്ട് അവർക്ക്. പക്ഷേ അതൊരു ഇത്തിരി എക്സ്പെൻസീവ് ആയിരിക്കും. കയ്യിൽ നല്ല കാശുള്ള അല്ലെങ്കിൽ കാശൊരു വിഷയമില്ലാത്ത സമാധാനപരമായിട്ട് സഫാരി എടുക്കണമെന്ന് തോന്നുന്നവർക്ക് JLRൻ്റെ സ്റ്റേ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെയുള്ള ജീപ്പ് സഫാരിയും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമേ. നമ്മുടെ ബന്ദിപ്പൂർ സഫാരി ലോഡ്ജ് എന്ന് പറഞ്ഞ് JLRൻ്റെ സഫാരിയും കാര്യങ്ങളൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണെങ്കിൽ അതേസമയം നാഗർഹോളയിലെ കബനിയിലെ JLR ഭയങ്കര എക്സ്പെൻസീവ് ആണ് കേട്ടോ. അതുപോലെ നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ നാഗർഹോളയിലെ വേറൊരു പ്രശ്നം ഇവിടെ സഫാരിയെക്കാട്ടിലും ചാർജ് കൂടുതൽ ക്യാമറയ്ക്കാണെന്നുള്ളതാണ് കേട്ടോ. ക്യാമറയ്ക്ക് 1500 രൂപയോളമൊക്കെ ചാർജ് വരും. നമ്മുടെ ക്യാമറ ഈ പറഞ്ഞ പോലെ ടെലി ലെൻസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ. അപ്പോൾ അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ പിടിച്ചുപറിയെന്ന് തന്നെ പറയാം. നമ്മൾ ഇന്ത്യയിൽ എവിടെ സഫാരിക്ക് പോയാലും ഇത്രയും ചാർജുള്ള ഒരു സ്ഥലം അല്ലെങ്കിൽ ക്യാമറയ്ക്ക് ഇത്രയും ചാർജ് ചെയ്യുന്ന വേറൊരു സ്ഥലം ഇല്ലെന്ന് തന്നെ വേണം പറയാൻ. മഴക്കാലത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാട് കാണാൻ ഭയങ്കര ഭംഗിയാണെന്ന് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതാണ് കേട്ടോ അതിൻ്റെ കാര്യം. പുൽത്തകിടികളൊക്കെ കിടക്കുന്നുണ്ടില്ല, നല്ല പച്ചപ്പിൽ ഭയങ്കര രസമായിട്ട്. അതിനകത്ത് മാനുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ആനിമൽസിനെയൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. കാരണം വേനൽക്കാലത്താണെങ്കിൽ അല്ലെങ്കിൽ പീക്ക് സമ്മറിൻ്റെ ടൈമിലൊക്കെ ഇത് ഫുൾ ഉണങ്ങി കിടക്കുമായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് കാട് കാണാൻ തന്നെ നല്ല രസമാണ്. ഇവൻ ആനിമൽസിനെ കിട്ടിയില്ലെങ്കിലും മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. മഴക്കാലത്ത് പൊതുവേ ബുഷസൊക്കെ വളർന്ന് നിൽക്കുന്നതുകൊണ്ടും അല്ലെങ്കിൽ വെള്ളം അങ്ങനെ അവൈലബിലിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് ആനിമൽസിനെ കാണാനുള്ള സാധ്യത വേനൽക്കാലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവായിരിക്കും.
പോകുന്ന വഴിയിൽ വീണ്ടും ആനയെ കണ്ടേക്കുവാണേ. നമ്മൾ ഇപ്പം ഒരുപാട് ആനയെ ഓൾറെഡി കണ്ടു. അതുപോലെ തന്നെ ഇപ്പം മഴക്കാലത്ത് ഞാൻ മുന്നേ പറഞ്ഞല്ലോ ഒരുപാട് ആനകൾ ഇതിനകത്ത് കാണാറുണ്ട്. പക്ഷെ വലിയ കൂട്ടങ്ങളല്ല കേട്ടോ, കാണുന്നതെല്ലാം ചെറിയ ചെറിയ ഗ്രൂപ്പായിട്ടാണ്. 1, 2 അല്ലെങ്കിൽ 3, 4 ഒക്കെയുള്ള കുഞ്ഞു ഗ്രൂപ്പുകളെയാണ് കൂടുതലും ഇപ്പോൾ കാണുന്നത്. ചില സമയത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ കബനി നദിക്കരയിലൊക്കെ വലിയ കൂട്ടത്തെ കാണാൻ പറ്റുന്നു, ഒത്തിരി എണ്ണമുള്ള വലിയ കൂട്ടത്തെ കേട്ടോ. അപ്പം ഈ ഒരു സമയത്ത് വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഇന്ന് ഈ ഒരു സീസണിൽ നമ്മൾ കണ്ടത് മുഴുവൻ ചെറിയ കൂട്ടങ്ങളെയാണ്. കൂട്ടത്തിലൊരു കുട്ടിയാനയും കൂടെ ഉണ്ട്, പക്ഷെ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുകയാണ് ആശാൻ. ഇത്ര കൊച്ചിലെ കള്ളത്തരം മുഴുവൻ പഠിച്ചു. എന്തൊരു ഭംഗിയാന്ന് നോക്കി. നമ്മുടെ ക്രസ്റ്റഡ് സർപ്പൻറ്റുകളാണ് കേട്ടോ, മലയാളത്തിൽ ചുട്ടിപ്പരുന്തെന്ന് പറയും. നമ്മുടെ മിക്കവാറും കാടുകളിൽ ഇതിനെ ഇഷ്ടം പോലെ കാണാൻ പറ്റും. നമ്മൾ സഫാരിയൊക്കെ പോകുമ്പോൾ ഇതുപോലെ മരത്തിലോട്ടൊക്കെ നോക്കി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഇരിക്കുന്ന കാണാതെ. ഇതിൻ്റെ പ്രധാന ഭക്ഷണം എന്ന് പറയാൻ പറ്റത്തില്ല, ഇത് പാമ്പുകളെ പിടിക്കും എന്നുള്ളതുകൊണ്ടാണ് സർപ്പൻറ്റുകൾ എന്നുള്ള പേര് വന്നേക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ പാമ്പ് മാത്രമല്ല ഇതിൻ്റെ ഭക്ഷണം. എനിക്ക് ഭയങ്കര ഭംഗി ഇതിനെ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഈ പരുന്തിൻ്റെയൊക്കെ കണ്ണ് കണ്ടോ എന്നെ ഷാർപ്പാന്ന് നോക്കിയും, ഭയങ്കര ബ്രൈറ്റ് ആൻഡ് ഷാർപ്പ്. അതുകൊണ്ട് തന്നെ ഇവരുടെ കാഴ്ചശക്തിയും ഭയങ്കര കൂടുതലാണ് കേട്ടോ. ഇങ്ങനെ ബേർഡ്സിനെയൊക്കെ അടുത്ത് കാണണമെങ്കിൽ നമ്മുടെ കയ്യിൽ നല്ല ക്യാമറയും അല്ലെങ്കിൽ നല്ല ടെലിഫോട്ടോ ലെൻസും ഒക്കെ വേണം. അപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് നിക്കോണിൻ്റെ C8 ക്യാമറയും അതുപോലെ തന്നെ 180-600mm ലെൻസുമാണ് കേട്ടോ. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും റോഡ് ക്രോസ് ചെയ്തൊരു അടിപൊളി കൊമ്പൻ. ഇത്രയും നേരം നമ്മൾ കാട്ടിലൂടെ അരിഞ്ഞു തിരിഞ്ഞ് നടന്ന ഒരുപാട് ആനകളെയൊക്കെ കണ്ടെങ്കിലും ഇതുപോലെ ഇത്രയും വലിപ്പമുള്ള ഒരു ഒറ്റയാനെ അല്ലെങ്കിൽ ഒരു അടിപൊളി കൊമ്പനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ. എനിക്ക് എന്നാ രസമാണ്, നല്ല കൊഴുത്തിരിക്കുന്നത്. നമ്മൾ മുന്നേ കണ്ട ആനകളൊക്കെ ഒരു ഇത്തിരി ക്ഷീണിച്ചിരിക്കുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ, നല്ല തടിച്ച് കൊഴുത്തും എഴുത്തിരിക്കുന്നത്. ഏതായാലും പുള്ളി അത്ര എന്നാ പറയണ്ടേ, പാനിക്കോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല. അതുകൊണ്ട് തന്നെ വണ്ടി വളരെ അടുത്തേക്ക് പോയായിരുന്നു കേട്ടോ. വളരെ തൊട്ടടുത്തു നിന്നാണ് നമ്മളിപ്പോൾ ഇതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കി ശരിക്കും നല്ല ഭംഗിയുള്ളൊരു കൊമ്പനെ. നമുക്ക് അതിൻ്റെ കൊമ്പൊക്കെ നോക്കി അതിൻ്റെ വലിപ്പവും അതുപോലെ അതിൻ്റെ ഷേപ്പും ഒക്കെ കണ്ടോ. നല്ല അടുത്തുനിന്ന് കാണുമ്പോഴത്തേക്കും ഭയങ്കര രസമുള്ള ഒരു ആന കേട്ടോ. ആനയെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെ നിന്നാണെങ്കിലും എത്ര നേരം വേണേലും നോക്കിയിരുന്ന് പോകും കേട്ടോ. പലപ്പോഴും പ്രത്യേകിച്ച് ഇതുപോലത്തെ നല്ല കിടുക്കൻ കൊമ്പനെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഹാഫ് ഡേ സഫാരി ഇതിൻ്റെ പുറകെ കളയാവുന്നതാണ്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നിക്കോണിൻ്റെ 180-600mm ലെൻസാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ആന നമ്മളോട് വളരെ ക്ലോസ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് ക്യാമറയിൽ എടുക്കുമ്പോഴത്തേക്കും ഫുൾ ടൈറ്റാണ് നമുക്ക് കിട്ടുന്നത്, 180-600mm ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ സഫാരിയൊക്കെ പോകുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ടെലി ലെൻസിൻ്റെ കൂടെ ഒരു അഡീഷണൽ ലെൻസും കൂടെ ഉള്ളത് നല്ലതാണ്. ഒരു വൈഡ് ആംഗിൾ അല്ലെങ്കിൽ ഒരു ചെറിയ ടെലി ലെൻസ്, നമുക്കൊരു 70-200 അല്ലെങ്കിൽ 24 പിന്നെ 70 അങ്ങനെ ഒരു വൈഡ് ആംഗിൾ ലെൻസും കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. കാരണം ആന ഇത്രയും അടുത്ത് അല്ലെങ്കിൽ ആനിമൽസ് ഇത്രയും അടുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഫുൾ ടൈറ്റ് ആയി പോകും. അതുകൊണ്ട് കൂടുതൽ ഷോട്ട് നമുക്ക് ഇത്തവണ മൊബൈലിൽ എടുക്കേണ്ടി വന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും ക്ലോസ് ആയിരുന്നു കേട്ടോ ആന. നമ്മൾ വണ്ടിയും കൊണ്ട് പോയി അടുത്ത് കുറേ നേരം നിന്നുകൊണ്ടാണ് തോന്നുന്നു ആശാൻ നമ്മളെ ഇടയ്ക്ക് നോട്ട് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് കാലൊക്കെ പൊക്കി പിടിച്ച് സൗണ്ടൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ. അപ്പോൾ ഇങ്ങനെ ആന ഇങ്ങനെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുകയാണെന്നാണ് അർത്ഥം കേട്ടോ. ചുറ്റുപാടിൽ നിന്ന് എന്തോ സൗണ്ടോ അല്ലെങ്കിൽ ആന അറ്റൻഷനായിട്ട് നിൽക്കുന്നതെന്നുള്ളതാണ് അതിൻ്റെ ഒരു എന്നാ പറയണ്ടേ മീനിങ്. അപ്പോൾ നമ്മൾ ഒരുപാട് സമയം ഇതിൻ്റെ പുറകെ കളഞ്ഞുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇതിൽ കൂടുതലൊന്നും പ്രത്യേകിച്ച് കിട്ടാനില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ സ്ഥലം വിടുക കേട്ടോ. അടുത്ത ഇതിനെ തേടി, നമ്മുടെ കടുവയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ടാർഗറ്റ്. നമുക്ക് കടുവയെ തേടി വീണ്ടും യാത്ര തുടരാം. ഞാൻ മുന്നേ പറഞ്ഞില്ലായിരുന്നോ എവിടെ നോക്കിയാലും മരം കൊത്തികളെ കാണാനുള്ളതെന്ന്. ഇതുണ്ടോ ഈ ഇരിക്കുന്നത് ലെസർ ഗോൾഡൻ ബാക്ക്ഡ് വുഡ് പെക്കർ അല്ലെങ്കിൽ ബ്ലാക്ക് റംഡ് ഫ്ലെയിം ബാക്ക് എന്ന് പറയും കേട്ടോ. നാഗർഹോളയിൽ പിന്നെ പുള്ളിമാനുകൾക്കൊരു പഞ്ഞോ ഇല്ലല്ലോ. എവിടെ നോക്കിയാലും വലിയ സ്പോട്ടഡ് ഡിയേഴ്സിൻ്റെ കൂട്ടമാണ് കേട്ടോ. നമ്മൾ നാഗർഹോളെ മാത്രമല്ല ബന്ദിപ്പൂരാണെങ്കിലും ഇഷ്ടംപോലെ ഉണ്ട്. നമ്മൾ ഇതുവരെയുള്ള പോയിട്ടുള്ള കാടുകൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇവിടെയാണ് തോന്നുന്നത് ഏറ്റവും കൂടുതൽ പുള്ളിമാനുകളുള്ളത്. നോക്കി പുള്ളിമാനുകളും കാട്ടുപോത്തുകളും കൂടെ ഒരുമിച്ച് നിൽക്കുന്നത്. ഇവിടെ കാട്ടുപോത്തുകൾ നമ്മുടെ കാടുകളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവാണെങ്കിൽ പോലും കാട്ടുപോത്തുകളും ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ. അതുകൊണ്ട് തന്നെയാണ് കടുവയ്ക്ക് ഇഷ്ടം പോലെ തീറ്റയുള്ളത്. അപ്പോൾ നമ്മൾ കടുവയുടെ തീറ്റയുടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഡ്രൈവർക്ക് ഒരു കോൾ വന്നു, ടൈഗറിൻ്റെ സൈറ്റിങ്സ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ 100 വിട്ടു പോകുക കേട്ടോ അങ്ങോട്ടേക്ക്. ഒടുവിൽ തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന് പറഞ്ഞ പോലെ ഇതേ കിടക്കുന്നു ടൈഗർ. പക്ഷേ കുറ്റിക്കാട്ടിലാണെന്നുള്ള ഒരൊറ്റ കുഴപ്പമുള്ളൂ കേട്ടോ. കാടിനകത്താണെങ്കിലും നമുക്ക് കാണാം. ഇവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള മഗെ ഫീമെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീമെയിൽ ടൈഗറാണ് കേട്ടോ. കടുവ കുറ്റിക്കാട്ടിൽ നിന്ന് എഴുന്നേക്കുന്നത് നോക്കി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരുപാട് വണ്ടികൾ ചുറ്റുമുണ്ട്. അതുകൊണ്ട് തന്നെ കിട്ടുന്ന ഗ്യാപ്പിൽ കൂടെയൊക്കെ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഹംബോ, ഒടുവിൽ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം കടുവ മെല്ലെ ഒന്ന് എഴുന്നേറ്റ് കേട്ടോ. കുറ്റിക്കാട്ടിലൂടെ മെല്ലെ നടന്ന് റോഡിലോട്ട് കയറാനുള്ളൊരു പരിപാടിയാണെന്ന് തോന്നുന്നു. അപ്പോഴത്തേക്കും വാഹനങ്ങൾ നല്ല രീതിയിൽ തിക്കും തിരക്കും കൂട്ടി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, നല്ലൊരു സ്പോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്.
പുള്ളിക്കാരുടെ നോട്ടവും മട്ടും ഒക്കെ കണ്ടപ്പോഴത്തേക്കും വിചാരിച്ചൊരു ഹണ്ടിങ് അറ്റംപ്റ്റ് ആണെന്ന്. പക്ഷെ കുറേ നേരം അങ്ങനെ വളരെ ശ്രദ്ധാലുവായിട്ട് അതിലേക്ക് നോക്കി നടന്ന ശേഷം മെല്ലെ റോഡിലോട്ടൊരു കയറ്റമാണ് കേട്ടോ. അത്രയും വണ്ടികളുടെ ഇടയ്ക്കൂടെ കൂളായിട്ട് നടന്നു പോകുന്നുണ്ടോ മഗ്ഗെ ഫീമെയിൽ. ഇവിടുത്തെ കടുവകൾ ഒട്ടും ഷൈ അല്ല എന്നുള്ളതുകൊണ്ട് തന്നെ എത്ര വണ്ടിയോ ആളുകളോ ബഹളോ ഒക്കെ ഉണ്ടെങ്കിലും ഒരു പ്രശ്നമല്ല കേട്ടോ ഇവർക്ക്. ഇത് ഒടുവിൽ നമ്മുടെ വണ്ടിയുടെ നേരെ ഫ്രണ്ടിൽ ആളെ കിട്ടി കേട്ടോ. പക്ഷേ മുന്നേ പറഞ്ഞ പോലെ തന്നെ വളരെ ക്ലോസ് ആയിപ്പോയി. ടെലിലെൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ വണ്ടി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടും അതിലെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് മൊബൈലാണ് കേട്ടോ ഇപ്പം നിലവിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓ, നമുക്ക് ഒരുപാട് നേരം റോഡിലും റോഡിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ആയിട്ട് ഈ ടൈഗറിനെ കിട്ടി കേട്ടോ. എല്ലാ വണ്ടികൾക്കും തന്നെ നല്ല രീതിയിൽ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ പാകത്തിന് പുള്ളിക്കാർ നിന്ന് തരുന്നുണ്ടായിരുന്നു. നമുക്ക് ഇടയ്ക്ക് റോഡിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങും. അപ്പോഴേക്കും നമ്മൾ വിചാരിക്കും മിസ്സായിരുന്നു. കാരണം കുറ്റിക്കാട്ടിലോട്ട് കയറി കഴിഞ്ഞാൽ അടഞ്ഞ കാടായതുകൊണ്ട് പിന്നെ കിട്ടാൻ പാടാണ്. പക്ഷേ അതേസമയം കുറ്റിക്കാട്ടിലോട്ട് ഇറങ്ങും, പിന്നെ തിരിച്ച് റോഡിലോട്ട് കയറും. അങ്ങനെ ഒരുപാട് നേരം നമുക്ക് ഈ ഷോ നമ്മുടെ മഗ്ഗെ ഫീമെയിൽ തന്നു കേട്ടോ. കടുവകളെ എപ്പോൾ കണ്ടാലും ഇങ്ങനെ നടക്കുന്ന വഴിക്കെല്ലാം ടെറിട്ടറി മാർക്കിംഗ് ചെയ്തുകൊണ്ടാണ് കേട്ടോ നടക്കുന്നത്. പ്രധാനമായിട്ടും യൂറിൻ സ്പ്രേ ചെയ്തുകൊണ്ടാണ് ടെറിട്ടറി മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ മരത്തേലോ അല്ലെങ്കിൽ പുല്ലേലോ ഒക്കെ യൂറിൻ സ്പ്രേ ചെയ്യും. അപ്പോൾ മറ്റൊരു കടുവ അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഇതിൻ്റെ സ്മെല്ല് കിട്ടുകയും ഇവിടെ കടുവയുടെ പ്രസൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യും കേട്ടോ. ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. പ്രത്യേകിച്ച് നമ്മൾ പൂച്ചകളോ ഒക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ടല്ലോ. ബിഗ് ക്യാറ്റ് ഫാമിലി ആയതുകൊണ്ട് ഇതെല്ലാം എന്തേ തരത്തിലാണ് ടെറിട്ടറി മാർക്കിംഗ് ചെയ്യുന്നത്. എന്തായാലും ടൈഗർ സൈറ്റിങ്ങോട് കൂടി നമ്മുടെ സഫാരി നല്ല കളറായി കേട്ടോ. ഇനി അവൻ്റെ ഹെഡ് ഓൺ ഷോട്ടിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കടുവ നമ്മളെ നേരെ നോക്കുന്നു നോക്കി. ഓഹോ, കടുവ നമ്മുടെ നേരെ നടന്നു വന്നിട്ട് ഒരുപാട് വണ്ടികളുള്ളതുകൊണ്ട് നേരെ റോഡിൽ കൂടെ നടക്കാനുള്ള ഗ്യാപ്പ് പോലും കിട്ടാത്തതുകൊണ്ട് മെല്ലെ കാട്ടിലേക്ക് ഇറങ്ങി കേട്ടോ. മെല്ലെ റോഡിന് താഴേക്ക് ഇറങ്ങിയിട്ട് തൊട്ട് താഴെയുള്ള തോട്ടിലേക്ക് ഇറങ്ങിപ്പോയി അവിടെ വെള്ളത്തിൽ കിടക്കാനുള്ളൊരു പരിപാടിയാണ്. കടുവകളിങ്ങനെ പകൽ സമയങ്ങളിൽ ചൂടൊക്കെ ഉണ്ടെങ്കിൽ പോയി വെള്ളത്തിൽ കുറേ നേരം കിടക്കാറുണ്ട് കേട്ടോ. അങ്ങനെ തോടിൻ്റെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചാലുകളിൽ നിന്നൊക്കെ കടുവയുടെ സൈറ്റിങ്സ് കിട്ടാറുണ്ട്. നമുക്ക് നല്ല തകർപ്പം മഴ. അവിടെ ആനയെ നോക്കി കുറച്ച് നേരം നിന്നിട്ട് അവൻ ഇതേ തോടിന് കീഴേ കൂടെ ഇതുണ്ടോ, ഇതിന് കീഴേ കൂടെ പഗ്മാർക്ക് കിടക്കുന്നുണ്ടോ, ഇത് ഒരു കലിങ്ക, അതിൻ്റെ കീഴേ കൂടെ അപ്പർ സൈഡിലോട്ട് പോയിട്ടുണ്ടേ. ഉണ്ടോ കാട്ടിൽ മഴ പെയ്യുന്ന കണ്ടിട്ടുണ്ടോ? ഇതാണ് സംഭവം. നല്ല കലിപ്പ് മഴയാട്ടോ, കിടിലം കാടും. നമ്മുടെ കൂടെ സഫാരി കൊണ്ടുവരുന്ന ആൾക്കാരെയൊക്കെ ഒന്ന് പരിചയപ്പെടാവേ. ഇതേ ഫ്രണ്ടിൽ നിൽക്കുന്നു നമ്മുടെ ആശാൻ, പിന്നെ നമ്മുടെ ചെറിയ ആശാൻ അലക്സ്, ബാംഗ്ലൂരിൽ നിന്ന് നമ്മുടെ കൂടെ മുന്നത്തെ ട്രിപ്പിലൊക്കെ ഉണ്ടായിരുന്നേ. പേരെന്ന് പറഞ്ഞാൽ അനീഷ്. നമ്മുടെ കൂടെ മുന്നേ ഇവരെല്ലാവരും നമ്മുടെ കൂടെ ട്രിപ്പിലുണ്ടായിരുന്നവരാ കേട്ടോ. ലിൻസിനെ എല്ലാവർക്കും അറിയായിരിക്കും. ഹലോ മധുചേട്ടൻ, അശ്വിൻ, ഹലോ കേശവ്. നമ്മളോട് പുതിയതായിട്ടുള്ള ഒരാൾ മാത്രമേ ഉള്ളൂ. പറഞ്ഞോ, രാഹുൽ. ഇനി അങ്ങോട്ട് കാണുമായിരിക്കും അല്ലേ? അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഇന്നത്തെ ടീം. അപ്പം നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ഡേ സഫാരി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. രാവിലെ കയറിയപ്പോൾ തന്നെ ടൈഗർ സെറ്റിങ്സ് ഉണ്ടെന്ന് പറഞ്ഞ് കോള് വന്ന് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണേ. അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ട് കുറ്റിക്കാട്ടിലാണ് കേട്ടോ ടൈഗർ. ഒത്തിരി വണ്ടികൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളും ഇങ്ങനെ കാട്ടിലേക്ക് നോക്കിയിരിക്കുകയാണ്. അറ്റേ ഗ്ലാൻസ് എവിടെയെങ്കിലും കാണാൻ കിട്ടുമോ എന്ന് നോക്കി. ഇതേ ഒടുവിൽ നമുക്ക് ഒരു നോക്ക് കാണാൻ കിട്ടി കേട്ടോ. കാണാൻ കിട്ടിയെന്ന് പറയാൻ പറ്റത്തില്ല, ജസ്റ്റ് അതിനിടയിൽ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. നല്ല കുറ്റിക്കാട് തണങ്ങി നിൽക്കുവാണ് കേട്ടോ. ഇങ്ങനെയാണ് ചില സഫാരിയിൽ. അപ്പോൾ നമ്മുടെ ഒരു സഫാരി ഈ ടൈഗർ കൊണ്ടുപോയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിനെ എവിടെ ഇട്ടിട്ട് വേറെ അങ്ങോട്ട് പോകാനും പറ്റത്തില്ല. കാരണം ടൈഗർ കൺമുന്നിൽ കിടക്കാൻ അതൊന്ന് എണീറ്റ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നമ്മുടെ 3 മണിക്കൂർ സഫാരി അതേപടി പോയി കേട്ടോ. ഒടുവിൽ സഫാരി തീരാനായപ്പോൾ എഴുന്നേറ്റ് കാടിനകത്തോട്ട് തന്നെ കയറിപ്പോയി, പുറത്തോട്ട് വരുന്നതിന് പകരം. അപ്പോൾ നമ്മുടെ ഈ കബനി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനത്തെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പം നമ്മുടെ സോഷ്യൽ മീഡിയ ലിങ്കുകളും മറ്റും എല്ലാം നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.